ചേട്ടാ, ആനക്കലിയിൽ കേരളത്തിൽ ഇന്ന് രണ്ടിടങ്ങളിലായി രണ്ടുപേരുടെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. ഇതാദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഈ ചൂട് കൂടുതലുള്ള ഈ കാലത്ത് ഈ മിണ്ടാപ്രാണികളെ കൊണ്ട് ഇത്തരം എഴുന്നള്ളിപ്പുകൾ നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഇതിനൊപ്പം ഉയരുന്നുണ്ട്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? നമുക്കിടയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ദുരന്തങ്ങളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വേണം ഇത്തരത്തിലുള്ള വെടിക്കെട്ട് അപകടങ്ങളെയും അതുപോലെ തന്നെ ഈ ആനകളെ എഴുന്നള്ളിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെയും പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ കേരളത്തിൽ ഈ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ നിരവധി തവണ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറം ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇതിനെ ആനകൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി ഉത്സവങ്ങൾ നടത്താനോ വേണ്ടത്ര സജ്ജീകരണങ്ങൾ കേരളത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. കുറേ നാളുകളായി ഇത്തരത്തിലുള്ള ഒരു അപകട വാർത്ത കേട്ടിട്ട്, പക്ഷേ വന്നപ്പോൾ രണ്ട് അപകടങ്ങൾ സമാന രീതിയിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഏകദേശം ഒരേ സ്ഥലത്താണ്, തൃശ്ശൂർ ജില്ലയിൽ. സാങ്കേതികമായിട്ട് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലം എറണാകുളം ജില്ലയിലാണെങ്കിൽ പോലും അത് തൃശ്ശൂരിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, തൃശ്ശൂരിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്കമാലി കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ 9:45 അവിടെ എഴുന്നള്ളത്തിനെത്തിച്ചതല്ല, അരുണിമ പാർത്ഥസാരഥി, കൊല്ലം മയ്യനാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള അരുണിമ പാർത്ഥസാരഥി എന്ന് പറയുന്ന ഒരു ആന. ഈ ആനയെ പാലക്കാടേക്ക് ഒരു ഉത്സവത്തിനെ കൊണ്ടുപോകുന്ന വഴി അവിടെ ഇറക്കി കുളിപ്പിച്ച് പിന്നീട് വീണ്ടും അവിടെ നിന്ന് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ആന അവിടെ ഇടയുകയും വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത് ഒരു ആളുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം. ഇത് ആനയെ ലോറിയിൽ കൊണ്ടുവന്ന ലോറി ഡ്രൈവറായിട്ടുള്ള ഒരു പത്തനംതിട്ട കൊടുമൺ സ്വദേശി വിഷ്ണുവാണ് ആനയുടെ ആക്രമണത്തിൽ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടത്. അതിനെ തുടർന്ന് കേരളമാകെ ഞെട്ടി ആ ഒരു വാർത്ത ചർച്ച ചെയ്തിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അപകടം തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അവിടെ ഉത്സവത്തിനായി കൊണ്ടുവന്ന മറ്റൊരാന, ആ വഴിവാടി കാശിനാഥൻ എന്ന് പറയുന്ന മറ്റൊരാന സമാനമായ രീതിയിൽ തന്നെ അവിടെ തളച്ചിരിക്കുകയായിരുന്നു. ആ ആന ഒരു പാപ്പാൻ്റെ ജീവൻ എടുക്കുന്ന മറ്റൊരു അവസ്ഥ കൂടി ഉണ്ടായിരിക്കുന്നു. എന്തിനാണ് ഇത്തരത്തിൽ ആനകളെ എഴുന്നള്ളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്കിടയിൽ ഇപ്പോഴും ആനപ്രേമികളായിട്ടുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ എന്തിനാണ് ഇത്ര അപകടകാരിയായിട്ടുള്ളൊരു ജീവിയെ വീണ്ടും വീണ്ടും നാട്ടിൽ കൊണ്ടുവന്ന് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നത്? നമുക്കറിയാം, ആന ഒരു വന്യജീവിയാണ്. അതൊരിക്കലും അതിനെ ടൈം ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിയാണ്. ആന മനുഷ്യനോട് അല്പസ്വല്പം പേടിച്ച് നിൽക്കുന്നു എന്നത് അത് ഒരു മെരുങ്ങി ജീവിക്കുന്ന ഒരു ജീവിയാണെന്ന് തീർച്ചയായിട്ടും അതിന് അങ്ങനെ കാണരുത്. കാരണം പട്ടിയെയോ പൂച്ചയെയോ മെരുക്കി കൊണ്ടു നടക്കുന്നത് പോലെ ഒരിക്കലും ഒരു ആനയെ കൊണ്ടു നടക്കാൻ പറ്റില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് അതൊരു വന്യജീവിയാണ്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയും പോലെ തന്നെ ആനയ്ക്ക് അതിൻ്റെ ഒരു വലിപ്പം അറിയുന്ന ഒരു നിമിഷം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ആ നിയന്ത്രണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അതിനെ കൊണ്ടു നടക്കുന്ന ആളുകളുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് പോലും പോകും. അതാണ് ഈ രണ്ട് സംഭവങ്ങളിലും സംഭവിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മുണ്ടത്തിക്കോട് വലിയ വെടിക്കെട്ട് ദുരന്തമുണ്ടായി. 10ലധികം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ തന്നെ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുന്ന സംഭരണശാലയിലാണ് വലിയ സ്ഫോടനമുണ്ടായത്. എന്നിട്ടും തൃശ്ശൂർ പൂരം അവിടെ നടന്നു. അവിടെ ജീവൻ നഷ്ടമായത് ആ ഒരു കർമ്മത്തിന് നിയോഗിക്കപ്പെട്ട ഏതാനും ചില മനുഷ്യർക്ക് മാത്രമാണ്. അല്ലാത്ത ആളുകളൊക്കെ അവിടെ പൂരത്തിന് ഒത്തുചേർന്നു. അവിടെ ഔപചാരികമായിട്ടാണെങ്കിലും ആ പൂരം നടന്നു. അതുപോലെ തന്നെയാണിപ്പോൾ ആനക്കലിയിൽ ഓരോ മനുഷ്യർ കൊല്ലപ്പെടുമ്പോഴും ആനപ്രേമികൾ പറയുന്നത്, ഇപ്പോൾ ആ ഒരു സംഭവം നടന്നു, ആ അങ്കമാലിയിൽ അത്ര വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷവും അവിടെ കൂടുന്ന മനുഷ്യരിൽ ഒരാൾ പറയുന്നതാണ്, എൻ്റെ കുട്ടിക്കൊപ്പം കളിക്കുന്ന ഒരു ആനയാണ്, അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, നമ്മുടെ വീട്ടിലെ കുട്ടിയെ പോലെ കളിപ്പിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ആനയാണെന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ ഒരു വ്യക്തി പ്രതികരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആന ഒരു വന്യജീവിയാണ്. അതിൻ്റെ പാപ്പാനെ പേടിയുണ്ട്. കാരണം അയാൾ കൊണ്ടു നടക്കുന്ന വടിയെയും അതുപോലെ തന്നെ തോട്ടിയെയും ഒക്കെ പേടിയുണ്ട് ആന എന്ന ജീവിക്ക്. പക്ഷേ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം അത് സകല നിയന്ത്രണങ്ങളും വലിച്ചെറിഞ്ഞ് തൻ്റെ ചുറ്റുപാടുമുള്ള ബന്ധനങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ വരുത്തി വെക്കുന്നതാണ്. അപ്പോൾ മനുഷ്യർ തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടും. ആ ഒരു സമയത്ത് അത്ര ഡെൻസായിട്ട് ആളുകൾ കൂടുന്ന ഇടത്ത് ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതിലടക്കം കൃത്യമായിട്ടുള്ള നിയന്ത്രണം വേണമെന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഈ സമയം തന്നെയാണ് കേരളത്തിലെമ്പാടും ഈ ഉത്സവങ്ങൾ നടക്കുന്നത്. അവസാനത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 380ഓളം ക്യാപ്റ്റീവ് എലിഫൻറ്റുകൾ മാത്രം, അതായത് നാട്ടാനകൾ മാത്രമാണ്. നാട്ടാനകൾ എന്നൊരു പദമില്ല, കാട്ടാനകൾ തന്നെയാണ്. കാട്ടിലാണ് ഈ ജീവിയുടെ ആവാസ വ്യവസ്ഥ. അത് തന്നെയാണ് മരണം വരെ. അതിന് നാട്ടാന എന്നൊരു പദപ്രയോഗമില്ല. അപ്പോൾ ഈ ക്യാപ്റ്റീവ് എലിഫൻറ്റിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 380 മാത്രമാണ്. ഈ അടുത്ത കാലത്ത് നാട്ടാനകളുടെ അല്ലെങ്കിൽ ഈ ക്യാപ്റ്റീവ് എലിഫൻസിൻ്റെ മരണസംഖ്യ
നിയന്ത്രണം വിട്ടൊരു പോക്കായിരുന്നു. കാരണം എന്ന് പറയുന്നത് അതിന് നാട്ടിലെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ നാട്ടിലെ ഭക്ഷണമൊക്കെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ചൂട്, ഈ ഉത്സവങ്ങൾ നടക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം 380ഓളം ക്യാപ്റ്റീവ് എലിഫൻ്റ് ഉള്ളതിൽ 43 എണ്ണം പിടിയാനകളാണ്. ഈ പിടിയാനകൾക്ക് ഈ ഉത്സവ പറമ്പുകളിൽ അത്ര മാർക്കറ്റുള്ള ആനകളില്ല. ഏതാനും ദിവസം ശിവേലി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ച് പോരുന്നു എന്നതിൽ കവിഞ്ഞ് പിടിയാനകൾക്ക് ഈ ആനപ്രേമികൾക്കിടയിൽ വലിയ സ്നേഹമില്ല. അതെന്താ ആനയല്ലേ എന്ന് ചോദിക്കാം. എന്നാൽ ഈ 380-ൽ 43 പോയിട്ട് ബാക്കി വരുന്ന 50% ആനകൾക്ക് ഈ ഉത്സവ സീസൺ എന്ന് പറയുന്നത് മതപ്പാടിൻ്റെ കാലമാണ്. ബാക്കിയുള്ളത് ഏകദേശം 180ഓളം ആനകൾ മാത്രമാണ്. ഈ 180ഓളം ആനകൾ വേണം ഈ 1500ഓളം വരുന്ന ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ തിടമ്പേറ്റാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആനകൾക്ക് വിശ്രമം ഒരു അനിവാര്യമായ ഘടകമാണ്. കാരണം കാട്ടിൽ 16 മണിക്കൂറോളം നടന്ന്, ഒരു ദിവസത്തിൽ 16 മണിക്കൂറോളം നടന്ന് തീറ്റ തിന്ന് അങ്ങനെ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ വിഹരിക്കുന്ന ഒരു ജീവിയെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനെ വിശ്രമമില്ലാതെ ഒരു പൂരപ്പറമ്പിൽ നിന്നും മറ്റൊരു പൂരപ്പറമ്പിലേക്ക്, ഇപ്പോൾ അരുണിമ പാർത്ഥസാരഥി എന്ന ആന തന്നെ ആന ഉടമസ്ഥൻ കൊണ്ടുവന്നതല്ല. ഇത്തരത്തിൽ ഈ ഉത്സവ സീസണുകളാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഈ ആനയെ പാട്ടത്തിനെടുക്കും. ഈ പാട്ടത്തിനെടുക്കുന്ന ആളുകൾ ആ പാട്ടത്തുക, ഉടമസ്ഥനെ പാട്ടത്തുക നൽകിയാണ് ആനയെ വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു തങ്ങൾ അതിനുവേണ്ടി ചിലവഴിച്ച തുകയും അതോടൊപ്പം തന്നെ തങ്ങളുടെ ലാഭവും കിട്ടുന്നതിന് വേണ്ടി ആന എന്നൊരു പരിഗണന, ഒരു മൃഗമാണ്, സഹജീവിയാണ്, അതിനോടുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവ പറമ്പുകളിലേക്ക് അതിനെ കൊണ്ടുപോകും. ഇപ്പോൾ 3 മണി തൊട്ട് അല്ലെങ്കിൽ 11 മണി മുതൽ, രാവിലെ 11 മണി മുതൽ 3 മണി വരെ ഈ ആന എഴുന്നള്ളിക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ ആനകളുടെ ട്രാൻസ്പോർട്ടേഷൻ പാടില്ല എന്നുള്ള ചട്ടങ്ങളൊക്കെ നിലനിൽക്കുകയാണ് ഈ ആനകളെ. ഈ ഒരു ദിവസം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊല്ലത്താണ് പരിപാടിയെങ്കിൽ പിറ്റേ ദിവസം അതിനെ തീർച്ചയായിട്ടും പാലക്കാട് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും പരിപാടി. അപ്പോൾ ഈ ഒരു ദീർഘമായ നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ വേണം ഈ ആനകളെ കൊണ്ടുപോകാൻ. അപ്പോൾ ഈ കനത്ത ചൂടും കൊണ്ട് ഈ ആന ഈ ലോറിയുടെ പിറകിൽ നിന്ന് വേണം ഇത്ര ദൂരം സഞ്ചരിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചൂട് എന്ന് പറയുന്നൊരു ഘടകം നമുക്ക് സഹിക്കാൻ പറ്റില്ല, പിന്നല്ലേ ആനയ്ക്ക്. ആന എന്ന് പറയുന്ന ജീവി സോൾഡായിട്ടുള്ള കറുത്ത ചർമ്മമാണ് ഇതിനുള്ളത്, ഇതിന് വിയർപ്പ് ഗ്രന്ഥികളില്ല. അതുകൊണ്ട് തന്നെ കനത്ത ചൂട്, നമുക്ക് അനുഭവപ്പെടുന്ന ചൂടിൻ്റെ ഇരട്ടിയിലധികം, ഇരട്ടിയെന്ന് പറയാൻ പോലും പറ്റില്ല, അതിൽ എത്രയോ മടങ്ങാണ് ആനയ്ക്ക് അനുഭവപ്പെടുന്നത്. എന്നിട്ടും ഇപ്പോൾ ഈ ചാക്കൊക്കെ നനച്ച് ആനയുടെ പരേഡ് നടക്കുമ്പോൾ അവിടെ വിരിച്ചു കൊടുക്കണമെന്നൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷേ ഈ നിയമങ്ങളൊക്കെ എത്രമാത്രം പ്രാവർത്തികമാകുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നമാണ്. അതാണ് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ 2025 തന്നെ കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞ് 3 പേരെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഏതാനും ചില സംഭവങ്ങൾ കൂടി ആവർത്തിക്കപ്പെടുന്നു. ഇത് ഈ വർഷത്തിൽ നടക്കുന്ന ആനയിടഞ്ഞുള്ള ആദ്യത്തെ അപകടമായിരിക്കാം. പക്ഷേ ഒരേ ദിവസം തന്നെ 2 സമാന രീതിയിൽ ആന ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഒന്നാമത്തെ സംഭവത്തിൽ ആനയെ കൊണ്ടുവരുന്ന ലോറിയുടെ ഡ്രൈവറാണ്, അത് ആനയെ പാട്ടത്തിനെടുത്ത ആളുടെ വ്യക്തിയുടെ സഹോദരനാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ സംഭവത്തിൽ തന്നെ ആനയുടെ പാപ്പാനായിട്ടുള്ള വ്യക്തി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ എല്ലിനുമൊക്കെ ആനയുടെ ചവിട്ടെന്ന് പറയുന്നത് അതീവ പ്രഹരശേഷിയുള്ള ഒന്നാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നാലും ആ മനുഷ്യൻ്റെ ഭാവി എന്നതെന്ത് തന്നെയായാലും ഒരു ചോദ്യചിഹ്നമാണ്. ഈ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഇന്നലെ ശിവേലിക്ക് എത്തിച്ച ആനയാണ്, അവിടെ തലേ ദിവസം ഇടഞ്ഞു നിന്ന ആനയാണ്. ആനയെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി സമീപത്തെ കൊട്ടിലാക്കൽ പറമ്പിൽ തളച്ചിരുന്ന ആനയാണ്. ഈ ആന വീണ്ടും ഇന്ന് അക്രമാസക്തനാവുകയും പാപ്പാന്മാരെ ആക്രമിക്കുകയായിരുന്നു. അതിലാണ് ആനയുടെ പാപ്പാനായ പാലക്കാട് സ്വദേശി ശ്രീകുട്ടൻ മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം ആനകളും വെടിക്കെട്ടും വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെയും അഭിപ്രായം. അത് ആനപ്രേമികൾ അവരുടെ കമ്പമാണ്. എന്തു തന്നെയായാലും വെടിക്കെട്ടിനും ആനകൾക്കുമൊക്കെ ഇത്തരത്തിൽ പ്രേക്ഷകരുണ്ട്, കമ്പക്കാർ, ഈ അതിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവരുടെ വീട്ടിൽ ഇതുപോലൊരു ദുരന്തം സംഭവിക്കാത്തിടത്തോളം കാലം അതൊരു കമ്പമായി നിലനിൽക്കുകയും അതിനുശേഷം അങ്ങനെ ഒരു സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ദുരന്തമാകുകയും തന്നെ ചെയ്യും. എന്തായാലും ഒരു നിയന്ത്രണം അനിവാര്യമാണ്. നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ സർക്കസിൽ മുൻപ് ആനകൾ ഉപയോഗിച്ചിരുന്നു, അത് ഇപ്പോൾ ഇല്ല. സർക്കസിൽ ഏകദേശം 2018 എന്തോ മറ്റോ ആണ് ആ ഒരു 10ഓളം ആനകൾ സർക്കസിൽ നിന്ന് നാട്ടാനകളാക്കാൻ വേണ്ടി സർക്കാർ അനുമതി കൊടുത്തിരുന്നില്ല. ഈ സർക്കസിൽ ആനകൾ ഉപയോഗിച്ചിരുന്നത് എന്ത് തന്നെ ആയാലും അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ അമ്പലപ്പറമ്പുകളിലും നടക്കുന്നത്. ആനകളെ കൊണ്ടുവന്ന് ആനയ്ക്കെന്ന് പറഞ്ഞ ആനയ്ക്ക് ഇപ്പോൾ ഭക്തി എന്ന് പറയുന്നത് മനുഷ്യനുള്ളതാണ്, ആനയ്ക്കില്ല. ആനയെ കൊണ്ടുവന്ന് ദൈവത്തിന് മുന്നിൽ കൈകൂപ്പിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വിനോദമാണ്. അതിനപ്പുറം ആനയ്ക്ക് ദൈവമാണെന്നോ അതിൽ കൈകൂപ്പണമെന്നോ എന്നുള്ളൊരു സാധനം അതിനില്ല. അതിനെ മെരുക്കിക്കൊണ്ട് നടക്കുന്ന പാപ്പാനെ അനുസരിക്കുക എന്നൊരു കർത്തവ്യം അത് ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് അതൊരൊന്നുമില്ല. എന്തായാലും സർക്കസിൽ നടക്കുന്നത് എന്ത് തന്നെ ആയാലും അത് തന്നെയാണ് കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ നടക്കുന്നത്. അതിന് നിയന്ത്രണം തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട്. ആനപ്രേമികൾ അല്ലെങ്കിൽ ഉത്സവപ്രേമികൾ ആചാരങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിനുമപ്പുറം ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ കൊണ്ടുപോകണമെന്ന് വീണ്ടും തീരുമാനിക്കുക. ശരി.